ഈ ഹോസ്പിറ്റലിൽ B16 വാർഡിൽ ഒരു സ്ത്രീ തലയ്ക്കടിയേറ്റ അബോധാവസ്ഥയിൽ കിടപ്പുണ്ട്. പേര് സോഫി. അവരെ ഉം. അവരെ ഉം. അതെ. സാറേ, ഈ കൊലപാതകത്തിന് റേറ്റ് അല്പം കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് എന്നെ പൊക്കും. പിന്നെ ഇത്രയും വലിയൊരു ആശുപത്രിയിൽ കിടക്കുന്ന ആള് അല്പം മുന്തിയ കൂട്ടത്തിലായിരിക്കുമല്ലോ. റേറ്റ് പറ. 1.5 ലക്ഷം. അത് ഇത്തിരി കൂടുതലാ. ഈ പണിയിൽ വിലപേശലില്ല സാറേ. പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ സാറ് വേറെ ആളെ നോക്കുക. സമ്മതിച്ചു. 50,000 അഡ്വാൻസ് തരാം. സംഗതി കഴിഞ്ഞ ബാക്കി 1 ലക്ഷം. എന്താ? അത് സമ്മതമാണ്. പക്ഷേ ആ സ്ത്രീ മരിച്ചു എന്ന് താ ഉറപ്പുവരുത്തണം. തല വേർപെട്ടാ പിന്നെ ചത്തൂന്ന് എന്തോന്ന് ഉറപ്പുവരുത്താനാ സാറേ. എണ്ണി നോക്കും. മണ്ടത്തരം പറയാതെ സാറേ. കുറവുണ്ടെങ്കിൽ ചെത്തിയാൻ ബാബു ഈ പണിക്ക് പോവില്ലല്ലോ. എണ്ണലൊക്കെ വീട്ടിൽ ചെന്നിട്ട്. വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പാളിച്ച പറ്റിയ താ മാത്രമല്ല, ഞാനും കുടുങ്ങും. ചെത്തിയാൻ ഇനിയുള്ള കാലവും ഈ പണി തന്നെ ചെയ്യേണ്ടതല്ലേ സാറേ? റിച്ചി, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച മുറുക്കി പിടിച്ചോണം, അതിലെ ഉടുമ്പിനെ പോലെ. അച്ചായൻ ഏത് കാര്യമാണ് പറയുന്നത്? കമ്പനി കാര്യമാണോ അതോ ടിങ്കുവിന്റെ കാര്യമാണോ? രണ്ടും അല്ല, കൊച്ചിന്റെ കാര്യം. അതിന് വേണോ നിനക്ക്? അതെന്നാ അച്ചായോ അങ്ങനെ ഒരു ചോദ്യം? വേണ്ടാഞ്ഞിട്ടാണോ ഞാൻ ഈ പെടാപ്പടക്ക പെടുന്നേ? ഇനി എന്തായാലും അവനെയും അവളെയും കോടതിയിൽ കയറ്റാതെ ഞാൻ അടങ്ങത്തില്ല. മണ്ടത്തരം പറയാതെ റിച്ചി. കോടതി കാര്യം കുറെ കണ്ടതല്ലയോ നമ്മള്? സാക്ഷിയെ വിസ്തരിച്ച് തെളിവ് ശേഖരിച്ച് എതിർവാദം നടത്തി കാര്യങ്ങൾ തീരുമാനമാവുമ്പോഴേക്കും കൊച്ചിന് തിരിച്ചറിവ് വന്ന് തന്തയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലാവും. പിന്നെ എന്നാ വേണമെന്ന് അച്ചായി പറയുന്നേ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അത് തന്നെ. ഇടാ, രാഖി രാമാനം കൊച്ചിനെ മോഷ്ടിച്ചോണ്ട് ഇങ്ങ് പോരണം. കൊള്ളാം, നല്ല ഉപദേശം. സെലീന ഇപ്പൊ അവിടെയാ താമസം, അതറിയോ അച്ചായന്? തെങ്ങുംമൂട്ടിലെ തെങ്ങിന്ന് കൊച്ചങ്ങ വീണാലും ഈ മാത്യൂസ് അറിയും. അവിടെ കയറി കൊച്ചിനെ മോഷ്ടിക്കാൻ നിന്നോടല്ല ഞാൻ പറയുന്നേ. അതിനു പറ്റിയ ഒരു കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട്. ബാങ്ക് ലോക്കർ പോലും അടിച്ചു മാറ്റിക്കളയും അവൻ. അതാരാ? ചെത്തിയാൻ ബാബു. ഇപ്പൊ മോഷണം നിർത്തി കോൺട്രാക്ട് പരിപാടിയാ. കൈവെട്ടാൻ കോൺട്രാക്ട് തുക 25,000, കാല് വെട്ടാൻ 50, തല വെട്ടാൻ 1 ലക്ഷം. ഭയങ്കര ബിസിയാ ആള്. എന്നാലും ഞാൻ പറഞ്ഞ അവൻ തള്ളിക്കളയത്തില്ല. ഒരു 50,000 ഇപ്പൊ കൊടുത്താ കോഴി കൂവും മുമ്പ് കൊച്ചു നിന്റെ ബെഡ്റൂമിൽ ഇരിക്കും. എന്നാ? സംഗതി അവസാനം കോളാവോ? വിശ്വാസമില്ലെങ്കിൽ വേണ്ട. എനിക്കിതിലെന്നാ കമ്മീഷൻ ഉണ്ടായിട്ടാണോ ഞാൻ ഇങ്ങനെ നാക്കിട്ടലക്കുന്നേ? എനിക്കൊറ്റ ആശയമുള്ളൂ, അവനെ തറ പറ്റിക്കണം. ആ ബോബനെ. എനിക്കുള്ള വാശിയുടെ 10-1 നിനക്കുണ്ടെങ്കിൽ നീ അത് ചെയ്യണം റിച്ചി. ബോബനെ തറ പറ്റിക്കണം. കാശൊരു പ്രശ്നമല്ല, കൊടുക്കാം. പക്ഷെ പാളിച്ച പറ്റരുത്. മോൻ കിടക്കുന്നത് സെലീനയും ബോബനും കിടക്കുന്ന മുറിയിലാവാനാണ് സാധ്യത. അവിടെ നിന്നെങ്ങനെ എന്റെ മോനെ എടുക്കാൻ പറ്റുമെന്നാ? അതൊന്നും നമ്മൾ അറിയണ്ട. ഇരു ചെവി അറിയാതെ കാര്യം സാധിച്ചു തരണമെന്ന് പറഞ്ഞ ചെത്തിയാൻ ബാബു അങ്ങനെ തന്നെ ചെയ്യും. ശരി, എന്നാ അച്ചായൻ അതിനുള്ള ഏർപ്പാട് ചെയ്യും. എങ്കിൽ ബോബന്റെയും സെലീനയുടെയും തല പോയാലും ശരി, നിന്റെ കൊച്ച് നിന്റെ കയ്യിലെത്തും, ഉറപ്പാ. ആ മോനൊന്ന് നിന്നേ. എന്താ ആന്റി? പറയുമ്പോ വേറൊന്നും തോന്നല്ലേ മോനെ. ആ മാത്യൂസുമായിട്ടുള്ള ഇടപാട് അത്ര നല്ലതല്ല. എന്റെ ടീനമ്മോളെ വേണ്ടാത്ത ഓരോന്നിലും കൊണ്ട് ചാടിച്ച് സകല പാപങ്ങളും ചെയ്യിച്ചത് ആ മാത്യൂസ് ഒറ്റ ഒരുത്തനാ. അതൊക്കെ ചുമ്മാ തോന്നുന്നു ആന്റി.
അവനവൻ വിചാരിച്ചാലല്ലാതെ ആരും ചീത്തയാവത്തില്ല. അല്ല, നന്നാവാനും അവനവൻ തന്നെ വിചാരിക്കണം. ആ അതാ ഞാനും പറയുന്നേ. അവസരം മുന്നിൽ വന്ന് നിന്നാലും ചിലർക്ക് നന്നാവാൻ തോന്നത്തില്ല. ഓ, ഈ മമ്മി ഒരു നാണമില്ലാതെ എന്നെ പറ്റി പറയുന്നത് കേട്ടില്ലേ? അവസരോന്ന്. നിന്നെ പറ്റിയോ? അല്ലേ, ഞാൻ കരുതി എന്നെ പറ്റിയെന്ന്. ഇച്ചായനെന്താ എന്നെ കൂട്ടി സിനിമയ്ക്കൊന്നും പോകാത്തെ? എനിക്ക് എന്ത് ഇഷ്ടാണെന്നോ ഇച്ചായന്റെ കൂടെ പുറത്തൊക്കെ കറങ്ങുന്നത്. അത് പിന്നെ അങ്ങനെയല്ലയോ. ലോകത്തെവിടെയുള്ള പെൺകുട്ടികളുടെ മനസ്സും ഇക്കാര്യത്തിൽ ഒരുപോലെയാ. എനിക്ക് കമ്പനി പോകാൻ സമയമായി. അയ്യോ, പറയാൻ വന്നത് പറഞ്ഞില്ല മോനെ. മോനെ, ഞാനും ഇവളുടെ അപ്പച്ചനും കൂടെ ബാങ്കിലൊക്കെ ചെന്ന് അന്വേഷിച്ചായിരുന്നു. എന്റെ മോള് പോകും മുമ്പ് എല്ലാ കാര്യവും നേരെയാക്കിയിരുന്നു. പുറമെ സ്നേഹക്കുറവ് തോന്നിയാലും ടീനമോളുടെ നെഞ്ചിനകത്ത് ഞാനും ടിങ്കുമോളും തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ആന്റി എന്തുവാ പറഞ്ഞോണ്ട് വരുന്നേ? വേറൊന്നും അല്ല മോനെ, ടീനയുടെ സകല സ്വത്തുക്കളിലും ബാങ്ക് അക്കൗണ്ടിലും എനിക്കും ടിങ്കുമൊക്കെ തുല്യ അവകാശമാ. അല്ല, അതങ്ങനെ ആന്റി അറിഞ്ഞേ? ടീന അതിനുള്ള കടലാസൊക്കെ ബാങ്കിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രമാണം മാറ്റി രജിസ്റ്റർ ആക്കാനുള്ള അധികാരപത്രവും രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇച്ചായൻ എന്തിനു വിഷമിക്കുന്നേ? എനിക്കുള്ളതൊക്കെ ഇച്ചായനും കൂടി ഉള്ളതല്ലേ? പിന്നല്ലയോ. പിന്നെ എന്റെ കാര്യം, എനിക്കിനി എന്നാത്തിനാ സ്വത്ത്? എന്റെ അവകാശം കൂടി ഞാൻ എന്റെ ടിങ്കുമോക്ക് എഴുതി കൊടുക്കും. ഇനിയിപ്പൊ എന്നാത്തിനാ മോനെ വെച്ച് താമസിപ്പിക്കുന്നേ? നിങ്ങളുടെ മിന്നുകെട്ട് ഞാൻ അങ്ങ് ഉറപ്പിക്കട്ടെ. ടീനയുടെ കുഴിമാടത്തിലെ മണ്ണ് ഉണങ്ങിയിട്ടില്ലല്ലോ ആന്റി. എങ്ങനെയാ ഇപ്പൊ പറയാൻ തോന്നണേ? എന്റെ മോനെ, പെറ്റ് വയറിന് സങ്കടം ഇല്ലാതിരിക്കുവോ? നീ എന്നെ ആന്റിയോട് ഇങ്ങനെ പറയുന്നേ? സങ്കടമുണ്ട് കേട്ടോ. ദേ, പെറ്റില്ലേലും ഇവളും എന്റെ മോള് തന്നല്ലേ. കർത്താവെങ്കിൽ ലയിച്ചവരെ ഓർത്തുള്ള സങ്കടമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ രണ്ടും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെന്നല്ലേ എന്റെ ആശ. ഇവളാണെങ്കി നീയെന്നും പറഞ്ഞ് നടക്കുക. അവസാനം ടീനയും പറഞ്ഞതല്ലയോ ടിങ്കുമോളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. എന്റെ മോളുടെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ കൊടുക്കണം. ഇവർ ഇന്ന് വിവാഹിതരാവുന്നു. പറ്റുമെങ്കിൽ കളർ ഫോട്ടോ തന്നെ കൊടുക്കണം. അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ മോനെ. പിന്നത്തേക്ക് വെച്ചാൽ കല്യാണം ഒരുപാടങ്ങ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാലും നല്ല മുഹൂർത്തം ഒത്തു വരണ്ടേ? മുഹൂർത്തത്തിലേക്ക് എന്തിരിക്കുന്നു ഡാഡി? ചുമ്മാ പണം പിടുങ്ങാൻ ജ്യോത്സ്യന്മാരുടെ ഒരേ ഏർപ്പാട്. അതൊന്നും നിന്റെ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശുഭമുഹൂർത്തം നോക്കി അച്ഛൻ എന്തും ചെയ്യൂ. ഡാഡി ഒന്ന് പറ, നല്ല മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് നീട്ടണ്ടാന്ന്. ആ, പറയാം. ഡാഡിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്തിൻ്റെ പേരിലാണ് ഞാൻ സന്തോഷിക്കണ്ടേ? അതിനുള്ള വകയൊന്നും അല്ലല്ലോ നീ തരുന്നേ. അതെന്താ ഡാഡി അങ്ങനെ പറയുന്നേ? എനിക്ക് വേണ്ട ഞാൻ ആവശ്യപ്പെടുന്ന തെറ്റാണോ? എന്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതാണോ എല്ലാവർക്കും ഞാൻ ശത്രുവായത്? ഞാൻ പിന്നെ എന്താ വേണ്ടേ? മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണം. അപ്പോ അതെങ്ങനെ എന്റെ ജീവിതം ആവുന്നേ? എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് നീ തന്നെ സ്വസ്ഥമായിരുന്ന് ആലോചിക്കേ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന മൃദുലയ്ക്കുമുണ്ട് സ്വന്തമായ ജീവിതം. പരസ്പരം അംഗീകരിക്കണം, സ്നേഹിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം എന്ന് പറയാനൊക്കൂ. നീ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിനക്ക് നിന്റെ കാര്യം മാത്രമാണ് പ്രധാനം. നിന്നെ ഓർത്ത് നിന്റെ അപ്പൂപ്പനും ഞാനും മൃദുലയും പാർവതിയൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. വൈ? എന്നെ ഓർത്ത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? നിന്റെ ഈ സ്വഭാവം തന്നെ കാരണം. മറ്റുള്ളവരെ മനസ്സിലാക്കിയും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ നീ പഠിക്കണം മോനെ. നിന്റെ കാര്യങ്ങളോർത്ത് എനിക്ക് ഉറക്കം പോലുമില്ല. മൈ ഗോഡ്, ഇത് എനിക്കൊരു പുതിയ അറിവാ. ഇത്രയും നേരം ഡാഡി എന്നെ ഉപദേശിച്ചില്ലേ? പകരം ഡാഡിക്ക് ഞാനും ഒരു ഉപദേശം തരാം. കാളവണ്ടിക്കാരൻ കാളയെ തെളിക്കുന്നത് പോലെ മക്കളെ സ്വന്തം വഴിയിലൂടെ മുന്നോട്ട് നടത്തിക്കാൻ ശ്രമിക്കുന്നതാ ഡാഡിയുടെ ഈ സങ്കടത്തിനൊക്കെ കാരണം. എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി സ്വപ്നം കാണുന്നു. അപ്പൊ പിന്നെ ഞാൻ സ്വന്തമായി കണ്ട സ്വപ്നം എന്ത് ചെയ്യും? കുപ്പയിലെറിയണം. പക്ഷികളെ കണ്ടു പഠിക്കുക ഡാഡി. പറക്കം പറ്റിക്കഴിഞ്ഞാൽ കൊത്തി അകറ്റും. സ്വന്തമായി ജീവിക്കെന്ന് പറഞ്ഞു.
പിന്നെ ഒരിക്കലും തള്ളപ്പക്ഷി ആ കുഞ്ഞിനെ കുറിച്ച് വേവലാതിപ്പെടുന്നേ ഇല്ല. സോ എന്നെ ഒരു പക്ഷിയായി പറത്തിവിടും. ഈ ആകാശത്ത് എനിക്ക് ഒറ്റയ്ക്ക് പറക്കണം. എനിക്ക് തോന്നും പോലെ ജീവിക്കണം. മോർണിംഗ് സർ. എന്താ പ്രസാദ്? സർ, ആ തുരുമ്പ് തമ്പിയുടെയും രാജപ്പൻ്റെയും റിമാൻഡിൻ്റെ കാലാവധി നാളെ കൂടിയേ ഉള്ളൂ. റിമാൻഡ് നീട്ടണമെങ്കിൽ നാളെ തന്നെ ആപ്ലിക്കേഷൻ കോർട്ടിൽ മൂവ് ചെയ്യണം. അത് നമുക്ക് നാളെ രാവിലെ തീരുമാനിക്കാം. ഇന്ന് വൈകിട്ടോ രാത്രിയിലോ ഒക്കെയായി മമ്മിക്ക് ബോധം തെളിയാൻ സാധ്യതയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. മമ്മിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചത് തുരുമ്പ് തമ്പിയോ രാജപ്പനോ ആണെങ്കിൽ റിമാൻഡ് നീട്ടാം. അതല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ തമ്പിയെ മാത്രം മോഷണ ശ്രമത്തിന് കോർട്ടിൽ ഹാജരാക്കി രാജപ്പനെ വെറുതെ വിടാം. അടിച്ചയാളെ എന്തായാലും മമ്മി കണ്ടു കാണും. സോ വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ടു നൈറ്റ്. ഓക്കെ സർ. ഞാൻ എന്തായാലും ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി വെക്കാൻ ഡയറക്ടറോട് പറയാം. ആ പിന്നെ കാലത്ത് വന്ന് കയറിയപ്പോൾ തന്നെ IG വിളിച്ചിരുന്നു. ഫിലിപ്പോസിനെ കണ്ടെത്താൻ പറ്റാത്തതിൽ സാർ വളരെ അപ്സെറ്റാ. ഈ കേസിൽ ഞാനാ ശരിക്കും കുരുക്കിലായിരിക്കുന്നത്. ആളെൻ്റെ അമ്മായിയപ്പനായി പോയല്ലോ. തല കുത്തി നിന്ന് അന്വേഷിച്ചാലും ഫിലിപ്പോസിനെ കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ അനാസ്ഥയാണെന്ന് എല്ലാവരും പറയൂ. അത് ശരിയാ സാർ. എന്തായാലും ഞങ്ങൾ എല്ലാ സോഴ്സിലും അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, പ്രധാനപ്പെട്ട 2 പത്രങ്ങളിൽ ഓൾ കേരള ലെവലിൽ ഫിലിപ്പോസിന്റെ ഫോട്ടോ സഹിതം പോലീസ് തിരയുന്നു എന്ന തലക്കെട്ടോടെ പരസ്യം കൊടുക്കണം. തുക അനുവദിക്കാൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഞാനൊരു കത്ത് തരാം. ശരി സാർ. എന്ത് വില കൊടുത്തും ഫിലിപ്പോസിനെ കണ്ടെത്തിയേ പറ്റൂ. സാർ. എന്താ അർദ്ധരാത്രി ആയല്ലോ, നീ എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കാര്യം പറയേണ്ട സമയം. എനിക്ക് ഉറങ്ങണം. പറയാനുള്ളതൊക്കെ നാളെ പറയാം. നിതിൻ പ്ലീസ്. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ? ആരെങ്കിലും കണ്ടോണ്ട് വന്നാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് എല്ലാവരും പറയും. കല്യാണക്കാരിയൊക്കെ സംസാരിക്കുന്ന നേരം പുലർന്നിട്ട് മതി. ചെല്. അല്ല നിതിൻ, എനിക്ക് ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോവും. ഇതു എനിക്കിവിടെ അത്യാവശ്യമുണ്ട്. ഉറക്കം വന്നിട്ട് വയ്യ. പോയി കിടന്ന് ഉറങ്ങ്. നിതിൻ, ഞാൻ ചെല്ല് ചെല്ല്.